പത്തനംതിട്ട റാന്നി മുക്കാലുമണ്ണൽ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സക്കറിയ മാത്യു, അന്നമ്മ എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ജയശങ്കർ, ഇവരുടെ മരണകാരണം എന്താണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം? ഇവർ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്? മുക്കാലുമണ്ണിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇങ്ങനെ രണ്ടുപേരുടെ മൃതദേഹം വീട്ടിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. സക്കറിയ മാത്യു, അദ്ദേഹത്തിന്റെ ഭാര്യ അന്നാം എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയ. മൃതദേഹത്തിന് 3 പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോലീസ് സ്ഥലത്തെത്തി മറ്റു നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. ഈ ദമ്പതികളുടെ ഏക മകൻ എറണാകുളത്താണ് ഉള്ളത്. ഇവർ രണ്ടുപേരും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ആത്മഹത്യയാണോ, ഇനി മറ്റേതെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന തലത്തിൽ പോലീസ് വിശാലമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷെ പ്രാഥമിക നിഗമനം ആത്മഹത്യ എന്നാണ്. ഈ ആത്മഹത്യ തന്നെയാണെങ്കിൽ അതിനുള്ള കാരണം എന്തുൾപ്പെടെയുള്ള തലത്തിൽ പോലീസ് അന്വേഷണം നടത്തും. എന്തായാലും മൃതദേഹം എവിടെ നിന്ന് കണ്ടെത്തി അതിന്റെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തുന്നത്. എന്തായാലും എറണാകുളത്തുള്ള മകനെ ഉൾപ്പെടെ ബന്ധപ്പെടാനുള്ള ഒരു ശ്രമവും പോലീസ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രഭിത, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.